അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രയാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിദയനീയവും ഇന്നേവരെ നാം കേൾക്കാത്ത വാർത്തകളാണ് ഓരോ ദിവസവും ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഇങ്ങനെ കടന്നു വരുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പേടി തോന്നുകയാണ്. പണ്ട് മറ്റെവിടെയൊക്കെയോ കേട്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും എത്തിയെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സ് സങ്കടം. കാരണം എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മുടെ യുവതലമുറകൾ, നമ്മുടെ വളർന്നു വരുന്ന യുവാക്കൾ, അവരുടെയൊക്കെ പോക്ക് എങ്ങോട്ടേക്കാണ്? വല്ലാത്തൊരവസ്ഥയാണ്. ലഹരിയുടെ പിടി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നിയമപാലകർ എന്തുകൊണ്ടാണ് ഇതിനെതിരെ കൃത്യമായ ഒരു നടപടികളെടുക്കാത്തത്? ഓരോ ദിവസം കൂടുന്തോറും ലഹരിയുടെ ഉപയോഗം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പം തന്നെ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 23 വയസ്സാണ് പ്രായമുള്ളത്. നാം ആലോചിക്കുക, ആ 23 വയസ്സുകാരനായ നല്ല തൻ്റെ ഇടമുള്ള പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂരമായ കൊലപാതക കൃത്യങ്ങൾ നാം ആലോചിച്ച് നോക്കിക്കേ. സ്വന്തം മാതാവിനെയും അതുപോലെ തന്നെ സ്വന്തം സഹോദരനെയും അതുപോലെ അവരുടെ ഏറ്റവും അടുത്ത് നിന്ന പ്രിയപ്പെട്ട കുടുംബക്കാരെ എല്ലാവരെയും ഒക്കെ കൊലപ്പെടുത്തുകയാണ്. ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു മനസ്സ് എവിടെ നിന്നാണ് അവന് വന്നത്? സ്വന്തം മാതാവിന്, ആ മാതാവ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്യാൻസർ രോഗബാധിതയായി വല്ലാതെ 3 വർഷക്കാലമായി വിഷമത്തിലും പ്രയാസത്തിലുമാണ് ആ മാതാവ്. അങ്ങനെ വേദനകൾ ഏറെ സഹിച്ചിരിക്കുന്ന ആ മാതാവിനെയും ആ കൊലപാതക ശ്രമം നടത്തി കൊല്ലാനുള്ള ശ്രമം നടത്തിയെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുകയാണ്. നമ്മുടെ മക്കളുടെയൊക്കെ വളർന്നു വരുന്ന അന്തരീക്ഷത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ക്രൂരമായ മനസ്സുമായിട്ട് നമ്മുടെ മക്കൾ കടന്നു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ്. പല വിധത്തിലുള്ള സിനിമകളും വെബ് സീരീസുകളും പല രീതിയിലുള്ള ഗെയിമുകളും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനോനിലകൾ തെറ്റിയിരിക്കുകയാണ്. അവർ കള്ളിനും കഞ്ചാബ് മാഫിയയ്ക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വല്ലാത്ത തിന്മയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രായം വരെ മാതാപിതാക്കൾക്ക് പറഞ്ഞു നിർത്താൻ കഴിയുമെങ്കിൽ ആ പ്രായത്തിനപ്പുറം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളൊക്കെ നിസ്സഹായതയോടെ നോക്കിക്കൊണ്ടിരിക്കാനേ കഴിയുകയുള്ളൂ. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരുപാട് സ്നേഹങ്ങൾ വാരിക്കോരി കൊടുക്കും. എല്ലാത്തിനും നമ്മളോട് മക്കളോടൊപ്പം നാം സ്നേഹിച്ച് അമിത ലാളനയോടുകൂടി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കും. പക്ഷെ അവരുടെ റൂട്ട് തെറ്റിപ്പോകുമ്പോൾ നാം അവരെ പിടിച്ചാൽ നമ്മുടെ പിടിക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല. അതുകൊണ്ട് വളരെയേറെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഒരുപാട് അഫാന്മാർ നമ്മുടെ നാട്ടിൽ കടന്നു വരാതിരിക്കട്ടെ എന്ന് നമുക്ക് വല്ലാതെ പ്രാർത്ഥിക്കാം. എത്രമാത്രം ക്രൂരമായ മനസ്സാണ് ഒരു ചെറിയ നിമിഷത്തിനുള്ളിൽ അവനിൽ നിന്ന് കടന്നു വന്നത്. അവൻ്റെ മുൻകാല ഹിസ്റ്ററികൾ പരിശോധിച്ച് നോക്കിയാൽ നാട്ടുകാർ നല്ല വർത്തമാനമാണ് അവനെക്കുറിച്ച് പറയുന്നത്. നാട്ടിൽ നല്ലവനാണ്, വീട്ടിൽ ഉപകാരിയാണ്, നാട്ടുകാർക്ക് സഹായിയാണ്, അങ്ങനെ ആരെയും ഉപദ്രവിക്കാത്തവൻ. സ്വന്തം അനിയനെ വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് കൊണ്ടുപോയി തൻ്റെ പ്രിയപ്പെട്ട അനുജനെ അത്രമേൽ നല്ലതുപോലെ സ്നേഹിക്കുന്ന, എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ആ 23 വയസ്സുകാരനായ ചെറുപ്പക്കാരന് പെട്ടെന്ന് ഈ രീതിയിലേക്ക് പ്രകോപിതമാകാനുള്ള അവസ്ഥ എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, ഇനി ഏത് വലിയ കാര്യം വന്നാൽ തന്നെ ഇത്രമാത്രം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒന്നല്ല 5 പേരെയാണ് കൊന്നുകളഞ്ഞത്. വല്ലാത്തൊരു കണ്ണുനീരണിയിക്കുന്ന കാഴ്ചകളാണിതൊക്കെ, അല്ലേ? ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നിയത് എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട അനുജനെ കൊന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. ഓരം ചേർന്ന് നടന്ന ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ മകൻ്റെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കുമ്പോൾ ചുടുചോര രക്തം ഏതായാലും അവൻ്റെ മുഖത്ത് ചെറിച്ചിട്ടുണ്ടാകും. അവൻ്റെ മാതാവിൻ്റെ കഴുത്തിലേക്ക് ഷാളിങ്ങനെ മുറുക്കിയിട്ട് മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ തൻ്റെ കാമുകിയെ ആലോചിച്ചൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ ഉസ്താദന്മാർക്കോ അല്ലെങ്കിൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റൂല. പുരോഗമന കാലമല്ലേ? ആരെങ്കിലും ആ മിണ്ടുന്നവനെ ട്രോളുകയും നന്മയുടെ പാതയിലേക്ക് നടന്നു വരണമെന്ന് ഈ കാലഘട്ടത്തിൽ പറയുന്നവരെ പുരോഗമനവാദമെന്നും നിങ്ങൾക്ക് പുരോഹിത വർഗമെന്നും പറഞ്ഞ് അടിച്ചാക്ഷേപിച്ച് കളിയാക്കുന്നവരുടെ മുന്നിൽ നാം എന്തു പറയാനാണ് സഹോദര? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തെറ്റുകൾക്കെല്ലാം വളം വെച്ചു കൊടുത്ത് അതിനെയെല്ലാം ന്യായീകരിച്ച് അതിനെയെല്ലാം കുടപിടിച്ചിട്ട് അവസാനം കണ്ണുനീരണിയിക്കുന്ന വർത്തമാനങ്ങൾ കടന്നു വരുമ്പോൾ പിന്നെ ഖേദിച്ചിട്ടെന്ത് കാര്യമാവുള്ളത്?
ആലോചിച്ച് നോക്കിക്ക്, നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പടിവാതിൽക്കലിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വീടുകളിലും നാളെ ഇതാണ് എന്നൊരു ഉത്തമ ബോധമെന്തേ നമുക്കില്ലാതെ പോകുന്നത്? കാരണം ഇതൊക്കെ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് ഓരോ ദിവസവും ഇറങ്ങുന്ന സിനിമകൾ ഇങ്ങനെയല്ലേ? അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ആലോചിച്ച് നോക്കുക, ലഹരിയും കള്ളും കൊലപാതകം എങ്ങനെ നടത്തണം, കൊലപാതകം എങ്ങനെ മറച്ചു വെക്കണം, എങ്ങനെ ആരും അറിയാതെ കൊല്ലാൻ ഇങ്ങനെ കഴിയുമെന്ന് പ്രൊഫഷണൽ കില്ലറാക്കിയിട്ട് ഓരോ സിനിമകളും മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അത് കാണാൻ ടിക്കറ്റ് എടുത്തിട്ട് മാതാപിതാക്കളായി നമ്മളാ കൊണ്ടുപോകണേ. വല്ല എല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് എന്നും പറഞ്ഞിങ്ങനെ നടക്കാന്ന്. പ്രിയപ്പെട്ടവർ, ചെറിയ കാര്യമൊന്നുമല്ല. ലഹരി ഇങ്ങനെ കൂതുപോലെ കുമിഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും പല രൂപത്തിലും പല രീതിയിലും നമ്മുടെ മക്കൾ അതിലേക്ക് നമ്മൾ പോലും അറിയാതെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മളും ഇതുപോലെയൊക്കെ അവസാനിക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. 95 വയസ്സായ പ്രിയപ്പെട്ട മാതാവ് നലിച്ചൊക്കെ, ആ പ്രിയപ്പെട്ട പടുവൃദ്ധയായ 95 വയസ്സ് പ്രായം കാണിച്ച ആ മാതാവിനെ പോലും എൻ്റെ പ്രിയമുള്ളവരെ പിച്ചാത്തിപ്പടി കുത്തിയിറക്കി കൊല്ലാൻ മനസ്സ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സിൻ്റെ ക്രൂരതയാണ് ഞാൻ ചിന്തിക്കേണ്ടിയുള്ളത്. അപ്പോൾ അവരൊരു കഞ്ചാവടിക്കുന്നവിടെ ലോകത്ത് ഇത് വലിയ തെറ്റല്ല. നമ്മൾ ചിന്തിക്കണം, ഇത് ആ കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിച്ച് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ ആ ലോകത്ത് ഇതൊന്നും വലിയ തെറ്റായിട്ട് അവർക്ക് തോന്നില്ല. അവർ ഇത് കുറഞ്ഞു പോയതെന്നാണ് കരുതുന്നത്. കാരണം അതൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെന്നോ പെങ്ങളെന്നോ മാതാവെന്നോ വാപ്പയെന്നോ കുടുംബമെന്നോ കൂട്ടുകാരെന്നോ ഒന്നും ചിന്ത ഉണ്ടാവില്ല. വേറെ ഏതൊക്കെയോ ലോകത്തായിരിക്കും അവർ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം സംരക്ഷിക്കുക, സൂക്ഷിക്കുക. നിയമ നടപടികളൊക്കെ നല്ല രീതിയിൽ എടുക്കുക. ഗവൺമെൻറ് ഇതിനൊക്കെ തടയിടാൻ വേണ്ടിയുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് വരിക. നല്ല കർശനമായി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്. ലഹരി കേരളത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്ക്, അതുപോലെ പൊതുവിടങ്ങളിലേക്ക്, ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ നിയമപാലകർക്ക് കഴിയണം. കാരണം നമ്മുടെ കേരളത്തെ നല്ല ഒരു രീതിയിലൂടെ നടന്നു പോകാൻ നമുക്ക് കഴിയണം. കാരണം ഈ ഒരു രീതിയിലൊക്കെ എങ്ങനെയാണ് ഒരാളെ വിശ്വസിച്ച് പുറത്തിറങ്ങാൻ കഴിയുക? ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു താല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ, ഷഹീദിൻ്റെ കൂലി നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതിൻ്റെ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? യഥാർത്ഥത്തിൽ വല്ലാത്ത സങ്കടവും ദുഃഖവും ഒക്കെ തോന്നുന്നു പ്രിയപ്പെട്ടവർ. ഇതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലാണല്ലോ കാണേണ്ടതെന്നോർക്കുമ്പോൾ അള്ളാഹുവേ, പടച്ചവനെ, നമ്മുടെ മക്കളെ നീ സംരക്ഷിക്കണയല്ല, നല്ല ബോധം കൊടുക്കണയല്ല. ഈ കെട്ടകാലത്തിൻ്റെ നടുവിൽ നമ്മുടെ മക്കളെ നല്ലവരാക്കി നമുക്ക് വളർത്തി അള്ളാഹുവെ, ഞങ്ങൾ കണ്ണിന് കുളിർമയാകുന്ന നമ്മുടെ പൊന്നുമക്കളാക്കി നീ മാറ്റണേ തമ്പുരാനെ.